ഹലോ നമസ്കാരം. പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അനഘയെ അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അനഘയെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അബി വെട്ടി വേർത്ത് നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അബിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ഇവളിനി എങ്ങാനും സംസാരിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നവ്യയോട് വിളിച്ചു പറയുമോ, തൻ്റെ കാര്യം പോക്കാവുമെന്ന്. അങ്ങനെ അച്ഛൻ നാഗേന്ദ്രയുമായിട്ട് കൂടിയാലോചിച്ച് ആ അനഘയെ കൊല്ലാൻ വേണ്ടിയിട്ട് പല പ്ലാനും ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും ആരും അറിയാതെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്ന് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അനഘയ്ക്ക് കൊടുക്കുന്ന പാലിൽ വിഷം ചേർത്തി വയ്ക്കുകയാണ് കേട്ടോ അബി. അതേസമയം ഇതൊന്നും അറിയാതെ വരുന്ന ജലജയെ തന്ത്രപൂർവ്വം നവി കൊടുക്കുകയും ജലജയെ പാലെടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജലജ കടന്ന് വട്ടം കറങ്ങുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് ഉറങ്ങാൻ കിടന്നിട്ടും ദേവയാനിക്ക് ഉറക്കം വരുന്നില്ല. ദേവയാനിയുടെ മനസ്സിൽ നയനിയെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെയാണ് കേട്ടോ. ഗർഭിണിയായിരിക്കുന്ന നയനിക്ക് വേണ്ടത്ര സുരക്ഷിതത്വം ഉണ്ടോ എന്നൊക്കെ ഉള്ള തോന്നലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചിന്തിക്കുന്നുണ്ട് അനഘയുടെ കാര്യം. ഇനി അനഘയെ ഇല്ലാതാക്കാൻ അബി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, ഇവിടെ വെച്ച് അനഘയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്താവും എന്നൊക്കെ ദേവയാനി ഇങ്ങനെ ആലോചിക്കുകയാണ്. ദേവയാനി ജയനോട് പറയുന്നുണ്ട് കേട്ടോ, അതേ ജയേട്ടാ, അനഘയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അബിയും അവൻ്റെ അമ്മയും കൂടി അനഘയെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നോക്കും. ഇവിടെ വെച്ച് അനഘയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മളെല്ലാവരും അതിന് ഉത്തരവാദികളാവും. എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവും ജയേട്ടാന്ന് പറയാം. അപ്പം ജയൻ പറയുന്നുണ്ട്, എന്തിനാണോ താനിങ്ങനെ ഉറക്കം ഒളിച്ച് എഴുന്നേറ്റിരിക്കുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കില്ല. 2 പേരെ നിർത്തിയിട്ടുണ്ട് അനഘയെ നോക്കാൻ. അനഘയെ നോക്കുന്ന ചേച്ചിയുണ്ടല്ലോ, അവർ ശ്രദ്ധിച്ചോളും. മാത്രമല്ല നമ്മളെല്ലാം ഇവിടെ ഉള്ളപ്പം അവൻ അതിനൊന്ന് മുതിരിയരാന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാം, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അന്ന് നവ്യയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ പാലിൽ വിഷം ചേർത്ത് വെച്ചത്. ആ പാല് ഞാൻ എടുത്ത് കുടിച്ചല്ലേ എൻ്റെ കരളൊക്കെ പോയത്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോയെന്ന് എനിക്ക് പേടിയുണ്ട്. പോരാത്തതിന് ചേട്ടാ, നയനയും ഇവിടെ ഉള്ളതല്ലേ, അവൾ ഗർഭിണിയാണ്. എന്തെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി അനഘയ്ക്കിട്ട് ഇവർ ചെയ്യുന്നത് നവ്യക്കിട്ട് വരുമോ, നയനയ്ക്കിട്ട് വരുമോ എന്നൊരു പേടിയുണ്ടെന്ന് പറയുക. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, താനിപ്പം കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അവൻ ഈ പാതിരാത്രിയിലൊന്നും അനഘയെ കൊല്ലാനൊന്നും നോക്കിയല്ല, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നീ എന്ന് പറയാണ്. പക്ഷെ ദേവയാനിക്ക് ഉറക്കം വരുന്നില്ല. ദേവയാനി പറയാണ്, ഞാനിപ്പോൾ വരാം, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറയാം. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ടെൻഷനാ, ഇനി താൻ നോക്കാൻ പോവായിരിക്കും അല്ലേ, ചെന്ന് നോക്കിയിട്ട് വാന്ന് പറയാം. അങ്ങനെ ദേവയാനി റൂമിൽ നിന്ന് പുറത്തിറങ്ങുക കേട്ടോ. അനഘയുടെ റൂമിലേക്ക് പോവുക. അപ്പോൾ പോകുന്ന വഴിയിൽ ഇടനാഴിയിൽ സാരക്കയോ 2 പേര് സംസാരിക്കുന്നത് കേൾക്കുകയാണ്. കേട്ടിട്ട് ദേവയാനി ഭയങ്കര അത്ഭുതത്തോടു കൂടി പോവാണ്. ഈ സമയത്ത് ആരായിരിക്കും ഇപ്പോൾ ഈ ഇടനാഴിയിൽ നിന്ന് സംസാരിക്കുക? അങ്ങനെ അങ്ങോട്ട് ദേവയാനി ചെന്ന് നോക്കുമ്പം അബിയും ജലജയും കൂടിയാണ് കേട്ടോ സംസാരിക്കുന്നത്. അത് കാണുമ്പോഴേക്കും ദേവയാനി അവിടെ മറഞ്ഞു നിന്നത് കേൾക്കാണ്. അപ്പോൾ അബി ജലജയോട് പറയുന്നുണ്ട്, അമ്മ ഇന്ന് കാണിച്ച വളരെ മോശമായിപ്പോയി. എന്നെ അങ്ങനെ തല്ലേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമ്മ കഴിഞ്ഞ ദിവസം എന്നെ തല്ലിയതെന്ന് പറയാണ്. അപ്പോൾ ജലജ പറയും, നീ ഇപ്പം എന്തിനാ എന്നെ വിളിച്ചത്? നിനക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. തല്ലിയത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം നിനക്ക് നന്നായിട്ട് അറിയാം. അതേ, തല്ലേണ്ടത് കൊണ്ട് തന്നെ ഞാൻ തല്ലിയതാ എന്ന് പറയാം. അപ്പോൾ അബി പറയാം, അത് അമ്മ മോശമായിപ്പോയി തല്ലിയത്. നവ്യൊക്കെ ഇവിടെ ഉള്ളതല്ലേ, അവളുടെ മുമ്പിൽ വെച്ച് അമ്മ എന്നെ തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അവളൊക്കെ എനിക്കൊരു വില തരുമോ എന്ന് ചോദിക്കുക. വില തരണ്ടടാ, അവൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നു നിന്നെ തല്ലിയതിനെക്കുറിച്ച്. അവൾക്ക് എന്താ അവകാശമുള്ള എന്നെ ചോദ്യം ചെയ്യാൻ? എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ നിന്നെ തല്ലിയെന്നിരിക്കും. നീ അതുപോലെയുള്ള തെറ്റുകൾ ചെയ്താൽ മാത്രമേ ഞാൻ തല്ലാറുള്ളൂ. ഞാൻ അച്ഛനെ കാണാൻ പോയത് അത്ര വലിയ തെറ്റാണോ? അദ്ദേഹം ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ ഒരു കോടീശ്വരനല്ലേ. എനിക്കും നവ്യയ്ക്കും ഒക്കെ ഇപ്പം ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ അച്ഛൻ്റെ കാരുണ്യത്തിലാണ്. അങ്ങനെ ഒരാളെ നമ്മൾ പിണക്കേണ്ട കാര്യം എന്താമേ? അത് പിണക്കണം, അതിന് കാരണമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് നീ വിചാരിച്ചാൽ മതി. ഇതിനു മുമ്പ് നിന്നോട് ഒരു കാര്യത്തിന് ഞാൻ ഇങ്ങനൊരു നിർബന്ധം പറഞ്ഞിട്ടില്ല. പക്ഷേ ദേ ഇപ്പം ഞാൻ പറയാണ്, നിൻ്റെ അച്ഛനെ കാണാൻ നീ പോയിട്ട് യാതൊരു കാര്യമില്ല, പോകണ്ട. പോയാലും നിനക്ക് നന്മയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അയാളുമായിട്ട് നീ കൂട്ടുകൂടിയത് നിൻ്റെ കഷ്ടകാലം തുടങ്ങായിരിക്കും. ഞാൻ പറയുന്ന അനുസരിക്കുന്ന അബി നല്ലത്. ഇത് ചോദിക്കാനാണോ നീ ഈ പാതിരായ്ക്ക് എന്നെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോൾ അബി പറയും, അതുമാത്രമല്ലമ്മേ, വേറെ ചില കാര്യങ്ങളും കൂടി അമ്മയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. എന്താന്ന് പറ. അവിടെ വല്ലതും നിന്ന് സംസാരിക്കാൻ പറ്റുമോ? ആ നവ്യ അവളാണെങ്കിൽ ചെവി വട്ടം പിടിച്ച് നടക്കുക. അങ്ങനെയുള്ളപ്പം ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല എന്താടാ അമ്മേ, ആ അനഘയുടെ കുഞ്ഞ് എൻ്റേതാണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. അത് പിന്നെ ഇവിടെ ആർക്കാടാ അറിയാത്തത്? നിന്റെ ഭാര്യയ്ക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അതറിയാം. നീ ചെയ്തു വെച്ചിരിക്കുന്ന ഒന്നും പറയണ്ട കേട്ടോ. നീ ഇപ്പോഴും രക്ഷപ്പെട്ടങ്ങ് പോവുകയാണെന്ന് ഓർത്താൽ മതി.
അനഘ എൻ്റെ കുഞ്ഞാണതെന്ന് എനിക്കറിയാം ചന്തുമോള്. പക്ഷേ അനഘ എങ്ങനെയും ഇല്ലായ്മ ചെയ്യണമല്ലോ. അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ് ആ ആദർശം നയനയും കൂടി. അതെനിക്കിട്ടുള്ള 8ന്റെ പണി തന്നെയാ. എന്നെ പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയായാലും ആ അനഘയൊന്ന് ഇല്ലാതാക്കണം. അവളിനി സംസാരിക്കാനും എണീറ്റ് നടക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാ. ഇപ്പോഴും അവൾ ഓരോ നിമിഷവും ഇവിടെ ഉള്ളിടത്തോളം സമയം ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എന്താണെന്ന് അമ്മയ്ക്ക് അറിയോ? അനുഭവിക്കണടാ, നീ അനുഭവിക്കണം. നിനക്കേ 8ന്റെ പണി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ നിന്റെ അച്ഛനുമായിട്ട് കൂട്ടുചേരാൻ പോയതല്ലേ? അങ്ങേരുമായിട്ട് കൂട്ടുചേരാൻ നീ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് പണി കിട്ടിയിരിക്കും അബി. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ആ അമ്മ ഇങ്ങനെ പറഞ്ഞാലോ എങ്ങനെയാ? അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനല്ലേ? എടാ, നീ അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കേണ്ട, സംസാരിക്കേണ്ട. അതെന്താ അമ്മ അങ്ങനെ? അതിലെന്തെങ്കിലും തടസ്സമുണ്ടോ? അല്ല, എനിക്ക് ചോദിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ അമ്മയോട് ചോദിക്കുകയാണേ. ഇതൊന്നും പറയാനല്ല ഞാനിപ്പോൾ അമ്മയെ വിളിച്ചത്, അനഘയുടെ കാര്യം പറയാനാ. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഇളയമ്മായിക്കും ഇളയമ്മാവനും ഒക്കെ ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? അച്ഛനോട് അവർക്ക് എന്താ ഇത്ര ദേഷ്യം? അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാകാൻ കാരണമുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ അവരെന്തിനാ ദേഷ്യപ്പെടുന്നത്? അവർ ഇത്രയും കാലം നമ്മുടെ ശത്രുപക്ഷത്തായിരുന്നല്ലോ. ഇപ്പം അമ്മയുടെ മിത്രത്തിൻ്റെ പക്ഷത്തേക്ക് വന്നത് എന്തുകൊണ്ടാ? എന്തോ കളികളൊക്കെ ഇതിലുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടമ്മയെന്ന് പറയാം. അപ്പം ജലജ നിന്ന് വെട്ടി വേർക്കുക. ഇതൊക്കെ ദേവയാനി കാണുന്നുണ്ടേ. ജലജ പറയാം, എടാ നീ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാൽ സംസാരിക്കുക. അവർക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോന്നോ ഇല്ലയോന്നോ ഒന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറുമില്ല. നിന്റെ അച്ഛൻ നാഗേന്ദ്രനുണ്ടല്ലോ, അയാളെ കാണാൻ നീ പോകരുത്, അയാളുമായിട്ട് ചേരരുത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും നീ ഇനിയിപ്പം ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അഭി പറയാം, അമ്മേ അനഘ അവൾ സംസാരിക്കരുത്, അവൾ എണീറ്റ് നടക്കരുത്, അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനുമായിട്ട് കൂടിയാലോചിച്ച് എന്തെങ്കിലും ചെയ്യേ, അയാൾ വലിയ പണക്കാരനും കുണ്ടയൊക്കെ അല്ലേ. അതെ, അച്ഛനൊരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു, ഞാനത് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതൊന്നും പ്രാവർത്തികമായില്ല എന്ന് പറയാം. അതെന്ത് ഐഡിയടാ? എന്നോട് പറയാതെ നീ ഓരോന്നൊക്കെ ഇപ്പോൾ ചെയ്യാനും തുടങ്ങിയല്ലേ? അച്ഛനുമായിട്ടുള്ള സംസർഗം കൊണ്ട് അങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ നിനക്കുണ്ടല്ലേ? അതെൻ്റെ അമ്മ കേക്ക്. അച്ഛൻ പറഞ്ഞത് അവളുടെ മരുന്നുകളൊക്കെ സ്ട്രിപ്പ് മാറ്റി അതുപോലെ തന്നെ വേറെ ചില മരുന്നുകളൊക്കെ വെക്കുക. അത് വെച്ച് ആ മരുന്നുകൾ പതുക്കെ അവൾ കഴിച്ചു കഴിയുമ്പം അവിടെ കിഡ്നിയും കരളൊക്കെ അങ്ങ് അടിച്ചു പോകും. അങ്ങനെ അവൾ പതുക്കെ മരിച്ചോളും. ഒരാഴ്ച 2 ആഴ്ച അതിൽ കൂടുതലൊന്നും ജീവിച്ചിരിക്കില്ല എന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ ചെയ്യുകയും ചെയ്തു. ഒരാഴ്ചയും കഴിഞ്ഞു, 2 ആഴ്ചയും കഴിഞ്ഞു, അവൾക്കൊരു കുഴപ്പമില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ആ മെഡിസിൻസ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്ന ആളും അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. എന്നിട്ട് പിന്നെയും ഇങ്ങനെ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ അതിലൊക്കെ എന്തെങ്കിലും കളിയുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറയാം. എന്ത് കളിയാടാ? നീ ഞാനുമായിട്ട് കൂടി ആലോചിക്കാതെ എന്തെങ്കിലും ചെയ്തിട്ട് വിജയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്തു നീയല്ലേ? അനന്തപുരിയിൽ ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നും കൂടി നീ ചിന്തിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ ചിന്തിച്ചു. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് അമ്മയുമായിട്ട് ചേർന്നിട്ട് മാത്രമേ ഉള്ളൂ. ഇക്കാര്യത്തിൽ അമ്മയ്ക്കുള്ള കഴിവിനെ ഞാൻ അഭിനന്ദിക്കുക എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അന്ന് നവ്യയ്ക്കമ്മ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചില്ലേ? എടാ, അതൊന്നും നീ ഇനി മിണ്ടരുത്. അതെടുത്ത് ഏടത്തി കുടിച്ചിട്ടാണല്ലോ ഏടത്തി എന്ന ആശുപത്രിയിൽ പോയി കിടന്നതും കരള് തകരാറിലായതും. ആ നയനാന്ന് പറയുന്നവള് കരള് കൊടുത്തത് കൊണ്ടല്ലേ ഏടത്തിക്ക് പിന്നെ അവളോട് സ്നേഹം ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇത് രണ്ട് പാത്രമായേനെ. അവൾ ഈ അനന്തപുരി തറവാട്ടി കാണുകയില്ലായിരുന്നു. ഇതിപ്പം അവർക്ക് രണ്ടിനും സ്നേഹമാകാൻ ഞാനൊരു കാരണമായി. നവ്യയുടെ വയറ്റിലെ കൊച്ചു പോയോ? അതുമില്ല. ഇനിയിപ്പോൾ അതൊന്നും നീ ഇപ്പം എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഞാൻ പോവാ. അമ്മ നിൽക്കമ്മേ, 1-2 കാര്യം കൂടെ സംസാരിക്കട്ടെ. എന്നോട് പാലിൻ്റെയും വിഷത്തിൻ്റെയും കാര്യേ നീ മിണ്ടരുത്. ഞാൻ പോവാ എന്ന് പറഞ്ഞ് ജലജ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് കേട്ടോ. അതേസമയം അബി അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ദേവയാനി ആണെങ്കിൽ മറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ ദേവയാനി മനസ്സിലാലോചിക്കുക, ദൈവമേ, അനഘയെ കൊല്ലാനായിട്ട് ഇവൻ മരുന്നൊക്കെ മാറ്റി വെച്ചിരുന്നോ? അതൊന്നും ആരും അറിഞ്ഞില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് അനഘയ്ക്ക് ഒരു പ്രശ്നമില്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. ഇനിയിപ്പം പാലിൽ വിഷം ചേർത്ത് കൊടുക്കാനോ മറ്റെന്തെങ്കിലും ചെയ്തത് അനഘയെ ഇല്ലായ്മ ചെയ്യാനോ അവൻ നോക്കുന്നത്. അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവൻ്റെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണ് ദേവയാനി മനസ്സിൽ. എന്നിട്ട് ദേവയാനി പോയി കിടക്കുക. അനഘയുടെ റൂമിലേക്ക് പോയെന്ന് നോക്കിയിട്ടൊക്കെ സുരക്ഷിതമാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കിടക്കുക. അതേസമയം നവ്യ എണീറ്റിരിക്കുക കേട്ടോ. നവ്യ നോക്കുമ്പം അബിയാണെങ്കിൽ റൂമിൽ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നവ്യ എണീറ്റിരിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പം അബി റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിൽ ചെല്ലുമ്പോഴേക്കും ഉടനെ തന്നെ നവ്യ ചോദിക്കുന്നുണ്ട്, എടാ നീ എവിടെ പോയതാടാ ഈ പാതിരാത്രിക്ക്? ഇല്ല, ഞാൻ കണ്ണ് തുറന്നു നോക്കിയിട്ട് നിന്നെ കണ്ടില്ല. ഈ ബെഡിൽ കിടന്ന് ഉറങ്ങിയതല്ലേ നീ പിന്നെ എന്താ എണീറ്റ് പോയത്? എന്തോ കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ അബി. എന്ത് കള്ളത്തരാടി ഈ വീടിനുള്ളിൽ ഞാൻ ചെയ്യാൻ ഇനി ഇരിക്കുന്നത്? അതെന്താടാ, നീ ഈ വീടിനുള്ളിൽ കള്ളത്തരമൊന്നും ചെയ്തിട്ടില്ലേ? ഇനി ചെയ്യേയില്ലേ? നിന്നെ പോലൊരു പുണ്യാള്. എടി, വെറുതെ എൻ്റെ തലയിലോട്ട് കയറാൻ വരണ്ട. ഞാൻ വെറുതെ ഒന്ന് വേർത്തപ്പം പുറത്തേക്ക് വരാന്തയിലൊന്ന് കാറ്റ് കൊള്ളാൻ പോയതാ.
ആ കാറ്റുകൊള്ളാൻ പോയതാണെങ്കിൽ കുഴപ്പമില്ല, വേറെന്തെങ്കിലും മനസ്സിലിരിപ്പുമായിട്ടൊക്കെ പോയതാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നിന്റെ ചുറ്റിക്കളിയെല്ലാം നവ്യയുടെ അടുത്ത് ഇനി നടക്കില്ല. നടന്നതൊക്കെ നടന്നു. എൻ്റെ പൊന്നു നവ്യെ, കുറച്ച് സമാധാനം എന്താ, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറയാണ്. അങ്ങനെ അഭി കിടക്കുക. അപ്പം നവ്യയുടെ മനസ്സിലും ഇതുണ്ട്, എടാ നീ എവിടെ പോയതാണെന്നും എന്താ ചിന്തിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി നിന്റെ ഒറ്റ പ്ലാൻ ഇവിടെ വർക്കൗട്ട് ആവില്ലടാ. നിന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി വെച്ചിരിക്കുക ഈ നവ്യ. ഇനി അങ്ങനെ ഒരു രീതിയിൽ തന്നെ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞ് നവ്യ അവിടെ കിടക്കുക. ദേവയാനിക്ക് ഉറക്കം വരുന്നില്ല വന്ന് കിടന്നിട്ട് കേട്ടോ. ഈ അഭിയും ജലജയും കൂടെയുള്ള സംസാരമൊക്കെ കേട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവയാനി നയനയും നവ്യയും കൂടെ ഒന്നിച്ച് വിളിച്ചിട്ട് പറയാണ്, അതെ ഞാനൊരു ഞെട്ടിക്കുന്ന വിവരം അറിഞ്ഞു എന്ന് പറയുക. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ എന്ന് ചോദിക്കുക. അപ്പം നവ്യയോട് പറയാണ്, നവ്യേ നിൻ്റെ ഭർത്താവുണ്ടല്ലോ അഭി, അവനേ ഇപ്പോഴും ദുഷ്ടതയൊന്നും കൈവിട്ടിട്ടില്ല. ആ അനഘയെ നമ്മൾ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് അനഘയുടെയും ചന്തുമോളുടെയും ജീവന് വരെ ആപത്താണെന്ന് ഞാൻ പറഞ്ഞതില്ലേ. നിങ്ങളുടെ ഒക്കെ നിർബന്ധത്തിനല്ലേ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചത്. അപ്പം നവ്യ പറയാണ്, അത് അമ്മായി ഒരു കാര്യം പറയട്ടെ, അത് അവൻ ഇവിടെ കിടന്ന് അനഘ ഇവിടെ താമസിക്കുമ്പം നന്നായിട്ട് വേർക്കും. അവന് ടെൻഷൻ കാരണം രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റില്ല. അതിനു വേണ്ടി അവനെ ഒന്ന് കുരങ്ങളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഇവിടെ കൊണ്ട് നിർത്തിയത്. അതിന് കുഴപ്പമൊന്നുമില്ല, അനഘയുടെ സുരക്ഷിതത്വമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാം. അപ്പം നയനയും പറയുന്നുണ്ട്, ശരിയാമേ അനഘ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ, അനഘയുടെ ആരോഗ്യസ്ഥിതിക്കും അത് നല്ലതാണ്. മാത്രമല്ല അഭിയൊന്ന് വിരളണം. അവൻ ചെയ്ത തെറ്റിന് കുറച്ചെങ്കിലുമൊക്കെ അവൻ ടെൻഷൻ അടിക്കുകയും മനപ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യണ്ടേ. അതൊക്കെ നേരെ മോളെ, എനിക്കാ ഇപ്പോൾ ഉറക്കമില്ലാത്തത്. അവൻ ആ അനഘയെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടിയാ. ഇവിടെ വെച്ച് ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ നമ്മളും കൂടെ ഉത്തരവാദിത്വം പറയുകയും വേണം. അതുമല്ല അവൻ അനഘയെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ ചെയ്യുന്നത് വേറെ ആർക്കെങ്കിലും കയറി പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടെന്ന് പറയാം. അപ്പോഴേക്കും നവ്യ പറയും, എന്തിനാ അമ്മായി ഇങ്ങനെയുള്ള പേടിയൊക്കെ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നേ. അപ്പം ഉടനെ തന്നെ പറയാണ് ദേവയാനി, അതെ മോളെ പാലിലെന്ന് വിഷം ചേർത്ത് വെച്ച് മോളുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചവനാ അബിയും അവൻ്റെ അമ്മയും കൂടി. അന്ന് മോളുടെ ഭാഗ്യത്തിന് ആ പാല് ഞാനെടുത്ത് കുടിക്കുക ചെയ്തത്. അന്ന് ആ പാല് ഞാനെടുത്ത് കുടിച്ചപ്പം എനിക്ക് സംഭവിച്ചത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ആശുപത്രിയിലാവുകയും മരണത്തോട് മല്ലിടുകയും ചെയ്തു. നയന മോള് കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടെന്ന് തിരിച്ചു വന്നത്. അതുപോലൊരവസ്ഥ ഈ വീട്ടിൽ ഇനി ആർക്കെങ്കിലും ഉണ്ടായാലോ എന്നൊരു ഭയം എനിക്കുണ്ട്. അബി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും പേടിക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ. അത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കില്ല, അമ്മ പേടിക്കാറുണ്ടാന്ന് പറയുമ്പം ദേവയാനി പറയുക, ഇന്നലെ ഞാനൊരു സംസാരം കേട്ടു, ജലജയും അഭിയും കൂടി. ആദ്യം അച്ഛനെ ചൊല്ലിയുള്ള സംസാരമായിരുന്നു. അച്ഛനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയും അച്ഛനെ കാണാൻ ഒരിക്കലും പോകരുതെന്ന് ജലജ നിർബന്ധം പറയുകയും ചെയ്യായിരുന്നു. അതെന്താണെന്ന് അഭി തീർത്തും ചോദിച്ചിട്ടും ജലജ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോൾ നീ അച്ഛനെ കാണാൻ പോയാൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധം പോലും ഉണ്ടാവില്ല എന്ന് ജലജ തീർത്ത് പറയണമെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യമുണ്ടെന്നാ മക്കളെ എനിക്ക് തോന്നുന്നതെന്ന് പറയുക. അപ്പോൾ നവ്യം പറയാം, ശരിയാ അങ്ങനെയുണ്ട്, പോരാഞ്ഞിട്ട് ഇളയമ്മാവനും ഇളയമ്മായിക്കും അതിലെന്തോ മനസ്സറിവുണ്ടെന്നാ തോന്നുന്നതെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ദേവയാനിയും പറയാം, ശരിയാ അത് അഭിയും ചോദിച്ചു. അപ്പോഴും ജലജ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ചെയ്തത്. വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ അഭി ഒരു സൂചന പോലെ പാലിൽ വിഷം ചേർത്ത് നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ അമ്മ ശ്രമിച്ചില്ലേന്ന്. വേറൊരു കാര്യം കൂടി പറഞ്ഞു നവ്യെ, എങ്ങനെയാണ് ഇവിടെ ഈ അത്ഭുതം നടന്നതെന്ന് എനിക്കറിയില്ല. നാഗേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് അനഘയെ കൊല്ലാൻ വേണ്ടിയിട്ട് അഭി മരുന്നുകൾ മാറ്റി വെച്ചത്രേ. അങ്ങനെ ചെയ്തിട്ടും അനഘയ്ക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ മരണം സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോഴും ഒരു കൂസലുമില്ല. അവൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതെന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് അവൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ദുഷ്ടത്തരമൊക്കെ ചെയ്ത് അവനുമായിട്ട് എങ്ങനെ ആ കുട്ടിയെ ഇവിടെ ജീവിപ്പിക്കും നമ്മൾ? അപ്പം നവ്യ പറയാം, അതെ അമ്മായി പേടിക്കണ്ട, അന്ന് അവൻ മരുന്ന് മാറ്റി വെക്കുന്നതേ ഞാൻ കണ്ടു. ഞാൻ നയനയോട് പറയുകയും ചെയ്തു, മറ്റാരും ഇതറിയണ്ടെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ ഇതറിഞ്ഞാലേ നിങ്ങൾക്കൊക്കെ ഒരുപാട് ടെൻഷനാവും. എന്തിനാ വെറുതെ നിങ്ങളൊക്കെ ടെൻഷൻ അടിക്കുന്നതെന്ന് ഓർത്തിട്ടാ ഞാനത് പറയാതിരുന്നത്. അന്ന് അവൻ മരുന്നെല്ലാം മാറ്റി വെക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. അവൻ പോയതിന് ശേഷം ആ മരുന്നുകളെല്ലാം എടുത്ത് കളഞ്ഞത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അനഘയ്ക്കൊന്നും സംഭവിക്കാതിരുന്നത്. അതേസമയം ആ മരുന്നുകളാണ് അനഘ കഴിക്കുന്നതെന്നാണ് അവൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ ബുദ്ധി അവിടെ അവസാനിച്ചു. അവൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണല്ലേ അത്. അതെ, നാഗേന്ദ്രൻ പറഞ്ഞു കൊടുത്തതും അതിനു വേണ്ട ഒത്താശ ചെയ്തതും അയാളാണ്. അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയാ, എന്നാൽ ഇനിയിപ്പം അടുത്ത പ്ലാനിലേക്ക് പോകും. അനഘയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇനിയും അനഘയെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും അവൻ ചെയ്യും, നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയാ. അപ്പോൾ ദേവയാനിയും പറയാം, ശരിയാ ശ്രദ്ധിക്കണേ, എനിക്കാണെങ്കിൽ ടെൻഷൻ കാരണം വയ്യ. നയനമോളാണെങ്കിലും ഗർഭിണിയായിട്ടിരിക്കുന്ന സമയമാണ്.
അവൻ എന്തെങ്കിലും ചെയ്യുന്നത് നയന മോൾ കൂടെ ഏക്കോ എന്നുള്ള പേടി എനിക്കെന്ന് പറയുമ്പം നയന പറയാ, അമ്മ അതൊന്നും ടെൻഷൻ അടിക്കണ്ടെന്നേ, എല്ലാം ശരിയാവും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം പിന്നെ അബി പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ. അനഘയെ കൊല്ലാൻ വേണ്ടിയിട്ട് അബി ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് ചെയ്താൽ പറ്റും? മരുന്ന് മാറ്റി വെച്ചിട്ട് ഒരു രക്ഷയില്ല. ഇനിയിപ്പം എല്ലാവരും കാണുക എന്തെങ്കിലും ചെയ്താലും അതെൻ്റെ തലയിൽ വരും. പക്ഷേ അന്ന് അമ്മ പ്രയോഗിച്ച ആ ബുദ്ധി അതൊന്നുകൂടി ഒന്ന് പ്രയോഗിച്ചാലോ എന്ന് വിചാരിക്കുക. അപ്പോഴേക്കും എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, അന്ന് അമ്മ പ്രയോഗിച്ചപ്പം അതെടുത്ത് കുടിച്ചത് വല്യമ്മായ. അതോടുകൂടി വല്യമ്മായി ആശുപത്രിയിലായി. പക്ഷേ ഇന്ന് ഞാനിത് പ്രയോഗിക്കുമ്പം വല്യമ്മായി ഒന്നും എടുത്ത് കുടിക്കില്ലായിരിക്കും. ഇനിയിപ്പോൾ ആരെങ്കിലും എടുത്ത് കുടിച്ചാലും ഒന്നുമില്ല. ആ നവ്യ അവളെടുത്ത് ആ പാല് കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അവളും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവേണ്ടതാ. അനഘയെ ഒഴിവാക്കിയതിന് ശേഷം വേണം എനിക്ക് നവ്യ കൂടി ഒഴിവാക്കാൻ. അവളും അനഘയും എല്ലാം കാരണം ഒരു സ്വസ്ഥതയില്ല. എന്തായാലും ഞാനത് ചെയ്യാം. അമ്മയോട് പോലും പറയുന്നില്ല. പാൽ ഇത്തിരി വിഷം ചേർത്ത് വയ്ക്കാൻ പോവാണ് എന്ന് പറയുക. അങ്ങനെ അബി വിഷമൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. അനഘ അപ്പോൾ റൂമിലോട്ട്, അനഘയുടെ റൂമിൻ്റെ വാതിക്കിലൂടെ അബി പോകുമ്പം റൂമിലേക്കൊന്ന് എത്തി നോക്കുന്നുണ്ട്. എത്തി നോക്കുമ്പോൾ അനഘ കാണുകയാണ് കേട്ടോ അബിയെ. അനക്ക് ഒരു ഞെട്ടലുണ്ടാവുകയാണ് കേട്ടോ. അബി നീ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ഓർത്തിട്ട് അബി ഒരു കൂസലും ഇല്ലാതെ റൂമിലേക്ക് കയറിച്ചില്ല. അനഘ മാത്രമേ അപ്പോൾ റൂമിലുള്ളൂ കേട്ടോ, ആ ചേച്ചിയില്ല. ആ സമയത്ത് അബി ചെല്ലുന്ന കാണുമ്പോൾ അനഘ പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും പറയാം, എന്താടി പേടിക്കുന്നത്? നീ ഇവിടെ സുഖിക്കാൻ വന്നതല്ലേ, എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ? നീ ഒന്ന് പേടിക്കണം നീ. കാരണം നിന്നെ അങ്ങനെ വെറുതെ വിടാനൊന്നും അബി തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പം നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടത് തന്നെയാടി. നിനക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ മേലായിരുന്നോ? നീ എന്തിനാ അനന്തപുരിയിലേക്ക് വന്നത്? നീ എന്താ വിചാരിച്ചത്? എൻ്റെ ഭാര്യ നവ്യയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനല്ലേ? എന്നിട്ട് എന്നെ അവൾ ഉപദ്രവിക്കണം, എന്നെ കൊല്ലണം, അതല്ലേ നിന്റെ ആഗ്രഹം? അത് നടക്കാൻ പോകുന്നില്ലടി. അതിനു മുമ്പ് നിന്റെ ആയുസ് അങ്ങ് തീരും. നിന്റെ ജീവൻ ഞാൻ എങ്ങ് എടുക്കും, കേട്ടോടി എന്ന് പറഞ്ഞ് അബി അങ്ങ് ദേഷ്യപ്പെടുവാണ്. അനഘയ്ക്ക് പേടിച്ച് വിറച്ച് അനഘ പാവം ഇങ്ങനെ ഇരിക്കുകയാണ്. അബി ഇറങ്ങി റൂമിൽ നിന്ന് പോകുമ്പം ചേച്ചി റൂമിലേക്ക് കയറി വരിക. അവർ പേടിച്ചാൽ കേട്ടോ വരുന്നത്. അബിനി അനഘ എന്തെങ്കിലും ചെയ്തോ എന്ന് ആലോചിച്ച് അവർ ഓടി വന്നേച്ച് ചോദിക്കുന്നുണ്ട്, മോളെ എന്ത് പറ്റും മോളെ? അവൻ വന്നിട്ട് എന്തെങ്കിലും ചെയ്തോ? എന്താ അവൻ പറഞ്ഞിട്ട് പോയേ? എന്താ? ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ സമയത്ത് അവൻ ഈ മുറിയിൽ വന്ന് കയറിയല്ലോ. എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാതിരുന്നത് നന്നായി. അവനെപ്പോലൊരു ദുഷ്ടൻ എന്ന് പറയണം. അനഘ അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. വിഷമിച്ച് കരയാണ് അനഘ. അതിനുശേഷം അബി നേരെ പോയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ചെന്ന് നിൽക്കുകയാണ്. ആ സമയം അനഘയ്ക്ക് കൊടുക്കാനായിട്ടുള്ള പാല് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ ദേവയാനി പാലെടുത്ത് ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ്. ടേബിളിൽ കൊണ്ടുവച്ചിട്ട് അനഘയെ ശുശ്രൂഷിക്കുന്ന ചേച്ചിയോട് പറയുന്നുണ്ട്, ദേ ഞാൻ പാലെടുത്ത് കൊണ്ട് വച്ചിട്ടുണ്ട് കേട്ടോ, അനഘയ്ക്ക് കൊണ്ട് കൊടുക്ക്. ഏതായാലും സമയത്ത് ആഹാരമൊക്കെ കഴിക്കണം, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഡോക്ടർമാർ പ്രത്യേകം അനഘയുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതല്ലേ. പാലിവിടെ ഉണ്ട്, കൊണ്ടുപോയിക്കോളാൻ പറയാണ്. അങ്ങനെ ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ച് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ് നമ്മുടെ ദേവയാനി. കൊണ്ടുവച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറുന്ന സമയത്ത് അബി അവിടെ നിന്ന് വന്ന് പണ്ട് ജലജ ചെയ്ത അതേ പരിപാടി ചെയ്യുകയാണ് കേട്ടോ. ആ പാലിലേക്ക് കുറച്ച് വിഷം ചേർത്ത് ഇളക്കിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മാറി നിൽക്കുക. ഏതായാലും ഇത് വലിയ പോയിസണൊന്നും അല്ല, ഒരു സ്ലോ പോയിസണാണ്. ഇത് കഴിയുമ്പോൾ അവൾ പെട്ടെന്നൊന്നും മരിക്കില്ല, 2-3 ദിവസമൊക്കെ എടുക്കും. പതുക്കെ ചികിത്സ കിട്ടാതെ എന്താണെന്ന് മനസ്സിലാകാതെ അങ്ങനെ അങ്ങ് മരിച്ചു പോയിക്കോളും എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അവർ പാലെടുത്തുകൊണ്ട് പോകുന്ന കാണാൻ വേണ്ടി. അതേസമയം നമ്മുടെ നവ്യ ഇത് കാണുന്നുണ്ട്. അബി വിഷമൊക്കെ ചേർത്ത് വയ്ക്കുന്നത്. നവ്യ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ജലജ വരികയാണ്. ജലജയോട് പറയാണ്, അമ്മേ ദേ അത് കണ്ടോ, അനഘയ്ക്കുള്ള പാലും ബൂസ്റ്റും ഒക്കെ ഇട്ട് തിളപ്പിച്ച് കാച്ചി കൊണ്ടുവച്ചിരിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, കണ്ടു. അവളെ അങ്ങ് പാല് കുടിപ്പിച്ച് ഇനി വണ്ണം വെപ്പിക്കാൻ നടക്കുക ഇവിടെയുള്ളവർ. എങ്ങനെയെങ്കിലും ആ നാശത്തിന് ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഓരോന്നിനെ ഇറക്കി വിടുമ്പോൾ അടുത്ത ഓരോന്നിനെ പിടിച്ച് കയറ്റും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതെ അമ്മേ, ഞാൻ പാൽ അവൾ കുടിക്കണ്ട, അമ്മ തന്നെ എടുത്തങ്ങ് കുടിച്ചേ. അല്ലാതെ പാല് കുടിക്കാൻ നടക്കുന്നു. എവിടുന്നോ വലിഞ്ഞു കയറി വന്നവൾ. അവൾക്ക് വേണമെങ്കിലേ ആദർശ് വേറെ പാല് വാങ്ങിച്ചു കൊടുക്കും, അമ്മ എടുത്ത് കുടിക്കേ എന്ന് പറയുമ്പോൾ ജലജ പറയാ, കുടിച്ചാ ഇനിയിപ്പോൾ അതിനും വല്ലതും കേൾക്കേണ്ടി വരുമോ? ഇല്ലെന്നേ, അമ്മ എടുത്ത് കുടിക്കേ, അവർ വരുമ്പോൾ ഇവിടെ പാല് കാണരുത്. അപ്പോഴേക്കും ജലജ ഓടിപ്പോയി ആ പാലെടുത്ത് കുടിക്കുക ആർത്തി പിടിച്ച്. അബി ഇത് കാണും. അബി ഞെട്ടിപ്പോവും. അബി ഓടി വന്നത് കൈ തട്ടിക്കളയുക. ഒരു കവിൾ അങ്ങ് ഇറക്കുക ജലജ കേട്ടോ. അപ്പോഴേക്കും അബി വന്നിട്ട്, അമ്മ എന്ത് പണിയെ കാണിച്ച അമ്മേ? ആ പാലെന്തിനാ അമ്മ എടുത്ത് കുടിച്ചേ? എന്താടാ ആ പാലെടുത്ത് കുടിച്ചാ? ആ അനഘയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവളെ അത്രയൊക്കെ കഴിച്ചാൽ മതി. ഞാനൊരു ഗ്ലാസ് പാല് കുടിച്ചെന്ന് വെച്ചാൽ ഒന്നും വരില്ല. നീ എന്തിനാ അത് തട്ടിക്കളഞ്ഞത്?
എൻ്റെ അമ്മ അത് ഞാൻ അനഘയെ കൊല്ലാൻ അതിൻ്റെ അകത്ത് കുറച്ച് വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി എടുത്ത് അമ്മ എണ്ണാക്കിലോട്ട് ഒഴിച്ചത്. ദൈവമേ, വിഷം കൂടിയാണ് ഞാൻ ഒഴിച്ചത്. അമ്മ ഇറക്കിയോ? എടാ ഒരു ശകലം, ഒരു കവളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലെന്നേ. അത് മുഴുവൻ കുടിക്കാതിരുന്നാൽ മതി. ചെറിയ പോയിസണേ ഉള്ളൂ. പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ. എൻ്റെ പൊന്നെ, നീ വിഷം കൊണ്ടൊഴിച്ചിരിക്കുകയാണോ? ദൈവമേ, ഞാനിപ്പോൾ ചാവുമല്ലോ, എന്താ ചെയ്യുന്നത് എന്നും പറഞ്ഞ് ഓക്കാനിച്ചുകൊണ്ട് ഓടുവാണ് വാഷ് ബേസിൻ്റെ അടുത്തേക്ക്. പോയിട്ട് ഓക്കാനിച്ച് കൈ വായിലിട്ട് ഇങ്ങനെ ഛർദ്ദിക്കുക ജലജ നിന്ന് കേട്ടോ. അബിയാണെങ്കിൽ പുറമൊക്കെ തടവി കൊടുക്കുക. ജലജ അവിടെ നിന്നിങ്ങനെ ഓക്കാനിച്ച് ഛർദ്ദിച്ച് ആ പാല് മുഴുവൻ കളയാണ്. അത് നോക്കി നമ്മുടെ നവ്യയും നയനയും നിന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നവ്യ നയനയോട് പറയാണ്, കണ്ടോ അവർക്കിട്ടോ ഒരു ചെറിയ പണി കൊടുത്തു. ഇനി ഇതുപോലുള്ള പണികളൊക്കെ അവർ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അനഘ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ മോൻ എന്തെങ്കിലും ചെയ്താൽ ആ പണി മുഴുവൻ അവൻ്റെ അമ്മയ്ക്ക് കിട്ടണം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അവിടെ സന്തോഷിച്ച് ഇത് കണ്ട് രസിച്ച് ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്